സർക്കാർ പ്രതിനിധികളുമായി KGM-CTA സംസ്ഥാന നേതൃത്വം നടത്തിയ ചർച്ച ഭാഗികമായി വിജയം. എൻട്രി കേഡർ തസ്തികയിലുള്ളവർക്ക് വെട്ടിക്കുറച്ച ശമ്പളം പുനഃസ്ഥാപിക്കാൻ ചർച്ചയിൽ ധാരണ. ഉത്തരവ് നാളെ തന്നെ പുറത്തിറങ്ങുമെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. ശമ്പള കുടിശ്ശികയിലെ അപാകതകൾ സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷം മറുപടി നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്തുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുടെ ഹെൽത്ത് മിനിസ്റ്ററുടെ PS-ഉമായിട്ടും ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ ACS ഫൈനാൻസ്, ACS ഹെൽത്ത് ആൻഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇവരുടെ പ്രസൻസിലാണ് ഡിസ്കഷൻ നടന്നത്. ഇത് ഓർഡർ നാളെ തന്നെ ഇറക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ആദിൽ പാലോട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സമരം അവർ ഒരുപക്ഷെ പിൻവലിച്ചേക്കാനുള്ള സാധ്യതയാണോ തെളിയുന്നത്? വലിയ സമരങ്ങൾ വരാനിരിക്കുന്നുവെന്നാണ് KGM-CTA അറിയിച്ചിരിക്കുന്നത്. ഭാഗികമായി ചർച്ചകൾ വിജയം കാണുകയാണോ? ഉറപ്പായും ഇതിനെ ഒരു പോസിറ്റീവായി തന്നെ കാണേണ്ടി വരുന്നുണ്ട് ഒരു പ്രതികരണത്തെ എന്നുള്ളതാണ്. അരുൺകുമാർ, OP ബഹിഷ്കരണം ഈ മെഡിക്കൽ കോളേജുകളുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ അധ്യാപകരുടെ സംഘടനയാണ് OP ബഹിഷ്കരണത്തിലേക്ക് പോയത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം വലിയ ബുദ്ധിമുട്ട് രോഗികൾക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യവുമാണ്. ഇവർ ഇനിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഈ അനിശ്ചിതകാല OP ബഹിഷ്കരണം സംബന്ധിച്ച് എത്തുമെന്നുള്ളതാണ്. ഒരു പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദീർഘകാല സമര പദ്ധതികൾ നേരത്തെ KGM-CTA പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ എൻട്രി കേഡർ തസ്തികയിലുള്ളവരുടെ വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കും എന്നുള്ള ആവശ്യത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. നാളെ തന്നെ ഉത്തരവിറക്കുമെന്ന ഉറപ്പ് ഈ ഭാരവാഹികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് ചർച്ചയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമരം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷ. താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.